ഹലോ ഫ്രണ്ട്സ്, ഗ്രാമറും ടെൻസും പഠിക്കാതെ എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കും എന്ന് പലരും ചോദിക്കുന്നു. അതിനുള്ള എന്റെ മറു ചോദ്യം ഇതാണ്: ഗ്രാമറും ടെൻസും പഠിച്ചിട്ടും നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ചോ? നമ്മൾ എങ്ങനെയാണ് മലയാളം സംസാരിക്കാൻ പഠിച്ചത്? സ്കൂളിൽ പോയി ഗ്രാമർ പഠിച്ചിട്ടാണോ? അല്ല. 1ാം ക്ലാസ്സിൽ ചേരുമ്പോൾ തന്നെ നമ്മൾ നന്നായി മലയാളം സംസാരിക്കുമായിരുന്നു, അല്ലെ? എങ്ങനെ സാധിച്ചു? അപ്പോൾ ആ ഒരു മെത്തേഡാണ് ഇംഗ്ലീഷിന്റെ കാര്യത്തിലും ആവശ്യമായിരിക്കുന്നത്. ഇംഗ്ലീഷിൽ സംസാരിക്കാനാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ 27 വീഡിയോകൾ അടങ്ങിയ എന്റെ പ്രൈവറ്റ് ക്ലാസ്സിനെ കുറിച്ച് അറിയാൻ 8123225414 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ മഴയെക്കുറിച്ച് സംസാരിച്ചു. ഇന്ന് നമ്മൾ ഗവർണറുടെയും മുഖ്യമന്ത്രിയുടെയും അധികാരത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഇത് രണ്ടുപേർ തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. ഓക്കെ. നമ്മുടെ സംസ്ഥാനത്ത് ഗവർണറും മുഖ്യമന്ത്രിയും എന്താണ് ചെയ്യുന്നതെന്ന് നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഹാവ് യു എവർ തോട്ട് എന്ത് വാട്ട് ദ ഗവർണർ ആൻഡ് ദ ചീഫ് മിനിസ്റ്റർ ഡു? എവിടെ? നമ്മുടെ സംസ്ഥാനത്ത്, ഇൻ അവർ സ്റ്റേറ്റ്. എനിക്കറിയില്ല. ഗവർണർക്കാണോ പരമാധികാരം? ഐ ഡോണ്ട് നോ. ഈസ് ദ ഗവർണർ ദ സുപ്രീം അതോറിറ്റി? സുപ്രീം അതോറിറ്റി എന്ന് പറയുമ്പോൾ പരമാധികാരം എന്നും പരമാധികാരി എന്നും അർത്ഥമുണ്ട്. അങ്ങനെയല്ല. ഗവർണർ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രതിനിധിയാണ്. നോട്ട് സോ. ഗവർണർ ഈസ് എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ്. നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ കാര്യങ്ങളും നന്നായി പോകുന്നുവെന്ന് ഉറപ്പുവരുത്താനാണ് അദ്ദേഹം ഇവിടെയുള്ളത്. ഹീ ഈസ് ഹിയർ. എന്തിനാണ്? എല്ലാ കാര്യങ്ങളും നന്നായി പോകുന്നുവെന്ന് ഉറപ്പുവരുത്താൻ, അല്ലേ? ടു എൻഷുവർ, അതാണ് ഉറപ്പുവരുത്തുക എന്നുള്ള വാക്ക്. ടു എൻഷുവർ ദാറ്റ് എവറിഥിങ് ഗോസ് വെൽ ഇൻ അവർ സ്റ്റേറ്റ്. സോ ഹീ ഈസ് ഹിയർ ടു എൻഷുവർ ദാറ്റ് എവറിഥിങ് ഗോസ് വെൽ ഇൻ അവർ സ്റ്റേറ്റ്. അതൊന്ന് വ്യക്തമാക്കാമോ? ക്യാൻ യു പ്ലീസ് മേക്ക് ഇറ്റ് ക്ലിയർ? രാജ്യത്തിൻ്റെ നയങ്ങളും താല്പര്യങ്ങളും സംസ്ഥാനം പാലിക്കുന്നുണ്ടോ എന്ന് അദ്ദേഹം പരിശോധിക്കുന്നു. ഹി ചെക്സ് ഇഫ് ദ സ്റ്റേറ്റ് കംപ്ലൈസ് വിത്ത് ദ പോളിസീസ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് ദ കൺട്രി. ഈ കംപ്ലൈ എന്ന് പറഞ്ഞാൽ പാലിക്കുക, ചേർച്ചയിൽ പ്രവർത്തിക്കുക എന്നൊക്കെയാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ കാര്യമോ? ദെൻ വാട്ട് അബൌട്ട് ദ ചീഫ് മിനിസ്റ്റർ? മുഖ്യമന്ത്രി സംസ്ഥാനത്തെ ഗവൺമെൻറ് അധികാരികളുടെ തലവനാണ്. The chief minister is the head of the government officials of the state. സംസ്ഥാനത്തിനായുള്ള നിയമങ്ങളും പ്രധാനപ്പെട്ട കാര്യങ്ങളും തീരുമാനിക്കാൻ അദ്ദേഹം അവരുമായി കൂടിയാലോചിക്കുന്നു. He consults with them to decide on rules and important stuff for the state. പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ what do you mean by important stuff? നല്ല ചോദ്യം. വിദ്യാഭ്യാസം, ആരോഗ്യം, അടിസ്ഥാന സൗകര്യങ്ങൾ, നയരൂപീകരണം, ബഡ്ജറ്റ് എന്നിവയെല്ലാം അതിൽപ്പെടുന്നു. ഗുഡ് ക്വസ്റ്റ്യൻ. ഇറ്റ് ഇൻക്ലൂഡ്സ് എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഇൻഫ്രാസ്ട്രക്ചർ, പോളിസി മേക്കിംഗ് ആൻഡ് ബഡ്ജറ്റ്സ്. അപ്പോൾ ഗവർണർ എല്ലാം നിരീക്ഷിക്കുന്നു, മുഖ്യമന്ത്രി സംസ്ഥാനത്തെ ബാധിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുന്നു. ശരിയല്ലേ? സോ ദ ഗവർണർ മോണിറ്റേഴ്സ് എവറിഥിങ് ആൻഡ് ദ ചീഫ് മിനിസ്റ്റർ ടേക്സ് ഡിസിഷൻസ് ദാറ്റ് അഫക്റ്റ് ദ സ്റ്റേറ്റ്. റൈറ്റ്? മോണിറ്റർ, നിരീക്ഷിക്കുക, അതുപോലെ അഫക്റ്റ്, ബാധിക്കുക. കൃത്യമായും ഗവർണർ ഒരു സംരക്ഷകനെ പോലെയാണ്. എല്ലാം ഭംഗിയായി നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകുകയും ചെയ്യുന്നു. എക്സാക്ട്ലി, അതാണ് കൃത്യമായി. ദ ഗവർണർ സെർവ്സ് ആസ് എ ഗാർഡിയൻ, എൻഷുറിംഗ് എവറിഥിങ് ഗോസ് സ്മൂത്ത്ലി ആൻഡ് റിപ്പോർട്ടിംഗ് ബാക്ക് ടു ദ സെൻറ്റർ. ഇവിടെ ഗാർഡിയൻ എന്നാണ് രക്ഷകർത്താവ് അല്ലെങ്കിൽ സംരക്ഷകൻ എന്നുള്ള വാക്ക്. എൻഷുവർ എന്ന് പറഞ്ഞാൽ ഉറപ്പുവരുത്തുക. ഓക്കെ. അതേസമയം മുഖ്യമന്ത്രി സംസ്ഥാനത്തിൻ്റെ സുഗമമായ പ്രവർത്തനവും ജനങ്ങളുടെ ക്ഷേമവും ഉറപ്പാക്കാൻ നിർണായക കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്നു. അറ്റ് ദ സെയിം ടൈം ദ ചീഫ് മിനിസ്റ്റർ ടേക്സ് ഡിസിഷൻസ് ഓൺ ക്രിട്ടിക്കൽ മാറ്റേഴ്സ് ടു എൻഷുവർ ദ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ. ക്രിട്ടിക്കൽ മാറ്റേഴ്സ്, അതാണ് നിർണായക കാര്യങ്ങൾ എന്നുള്ള വാക്ക്. വെൽഫെയർ, ക്ഷേമം. ഉത്തരവാദിത്വങ്ങൾ വ്യത്യസ്തമാണെങ്കിലും ഗവർണറും മുഖ്യമന്ത്രിയും സംസ്ഥാനത്തിൻ്റെ അഭിവൃദ്ധിക്കായി കൈകോർത്ത് പ്രവർത്തിക്കുന്നു. ദോ ദെയർ റെസ്പോൺസിബിലിറ്റീസ് ആർ ഡിഫറെൻറ്റ്. ഉത്തരവാദിത്വങ്ങൾ വ്യത്യസ്തമാണെങ്കിലും ദ ഗവർണർ ആൻഡ് ദ ചീഫ് മിനിസ്റ്റർ വർക്ക് ഹാൻഡ് ഇൻ ഹാൻഡ് ഫോർ ദ പ്രോസ്പെരിറ്റി ഓഫ് ദ സ്റ്റേറ്റ്. ഹാൻഡ് ഇൻ ഹാൻഡ്, അതാണ് കൈകോർത്ത് എന്നതിനുള്ള പ്രയോഗം. പ്രോസ്പെരിറ്റി, അഭിവൃദ്ധി. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾ ഒറ്റയ്ക്ക് സംഭാഷണം നടത്തുക. എൻ്റെ ആദ്യത്തെ വീഡിയോ കാണാൻ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം. അതുവരേക്കും ഗുഡ് ബൈ.